നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ ഡേറ്റിങ്ങിലാണോ? ഞാൻ ഇച്ചിരി സ്പൈസിയാ. ഈ ഇന്റർവ്യൂ നമുക്ക് ഉമ്മ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മത്താട്ടോ. ആക്ച്വലി ഡേറ്റിംഗിലാണ് ഞങ്ങളൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. എനിക്ക് ജിഷിതാണ് ഭയങ്കര ഇഷ്ടമാണ്. ഓ ഇപ്പോൾ ആക്ച്വലി എനിക്ക് ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു. ടു ബി ഫ്രാങ്ക്, എനിക്ക് ജിഷിനാണ് ഇഷ്ടമല്ലായിരുന്നു. കേട്ടറിവുകൾ വെച്ച് ഒരുപാട് ഇഷ്ടക്കേടുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ്. പിന്നെ പരിചയപ്പെട്ടപ്പോൾ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ചേട്ടൻ അങ്ങനെയൊക്കെ ആണെന്നു. എല്ലാ വൃത്തികേടുകളും തുറന്നു പറഞ്ഞു. അത് ഒരു ഫ്രണ്ടായിട്ട് നിന്ന് കണ്ടപ്പോൾ എന്നോട് തുറന്നു പറഞ്ഞു. അപ്പം അത് ഞാനതൊരു പോസിറ്റീവായിട്ടാണ് കണ്ടത്, അതൊരു നെഗറ്റീവായിട്ടല്ല കണ്ടത്. ബിഗ്ഗസ്റ്റ് ഫിയർ, അവരുടെ ഏറ്റവും വലിയ ഭയം ഞാൻ വേറെ ആരെങ്കിലും നോക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോവോ. അവരുടെ പേടി ഏറ്റവും വലിയ പേടി. ശരിയല്ലേടി? കാരണം ഞാൻ ആ ഡേറ്റിംഗിന്റെ ഫുൾ ന്യൂ ട്രെൻഡിലുള്ള എല്ലാം നോക്കിയപ്പോൾ സിമ്മർ ഡേറ്റിംഗിലാണ് ഞങ്ങൾ പറയുന്നത്. സിമ്മർ ഡേറ്റിംഗ് അറിയില്ലേ എന്തിനാണ് പിന്നെ ആങ്കർ എന്ന് പറഞ്ഞ് വന്ന് കുത്തി ഇരുന്നിട്ട് മൊബൈലും കയ്യിൽ വെച്ചിട്ട് ഇരിക്കണത്? 20 വയസ്സ് ആ ഒരു സമയത്തൊക്കെ കാണുന്നവരോട് മൊത്തം പ്രണയം. എനിക്കങ്ങനെ ഇത്രേ ചോദ്യം ചോദിച്ചിരുന്നു എനിക്ക്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് ഞാൻ റോസാപ്പൂ ഒക്കെ പിടിച്ചുകൊണ്ടാട്ടോ ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇന്ന് നമ്മളുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പോൾ ആ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് വളരെ സ്പെഷ്യലാക്കാൻ വേണ്ടി എൻ്റെ കൂടെ ഒരു ക്യൂട്ട് കപ്പിളുണ്ട്, 2 ഗസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാൻ ജിഷിൻ ചേട്ടൻ ആൻഡ് അമയ. വെൽക്കം. അപ്പം ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്താ പൂ തന്ന് രണ്ടുപേരെ വെൽക്കം ചെയ്തു. ബലൂൺ എന്ത് ചെയ്യും? അപ്പൊ ബലൂൺ എന്ത് ചെയ്യും? ബലൂൺ അവിടെ വെച്ചോളൂ. ഇത് മുള്ളില്ലാത്ത റോസാപ്പൂവാണോ? ഞങ്ങള് മുള്ളില്ലാത്ത റോസാപ്പൂ. എങ്ങനെ മുള്ളില്ലാത്ത റോസാപ്പൂ? ഈ 2025 കണ്ട ചോര കണ്ട് ഐശ്വര്യമായിട്ട് ചോര. ഇത് ഇപ്പൊ നമ്മള് വാലന്റൈൻസ് ഡേക്ക് നമ്മളെല്ലാ മലയാളി പ്രേക്ഷകരുടെയും ഒരു സംശയമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് കുറച്ച് നാളുകളായിട്ട് ജിഷിൻ എപ്പോഴും സംശയമാണ്. അപ്പൊ അമയ ആൻഡ് ജിഷിൻ അവർ റിലേഷൻഷിപ്പിലാണോ, ഡേറ്റിംഗിലാണോ, അവർ കല്യാണം കഴിക്കാൻ പോവാണോ, പ്രണയത്തിലാണോ എന്നൊക്കെയുള്ള കുറേ ഡൗട്ടുകളുണ്ട്. അപ്പൊ നമ്മളതൊക്കെ ഈ ഒരു എപ്പിസോഡ് നമ്മുടെ ഈ ഇന്റർവ്യൂ കൊണ്ട് ക്ലാരിഫൈ ചെയ്യും. അപ്പൊ നമ്മുടെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാനൊരു പ്രണയത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ അങ്ങ് തുടങ്ങാം. പ്രണയത്തിന് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടോ? പിന്നെ അപ്പോ നമ്മള് സീരിയലിലും അല്ലെങ്കിൽ ബാക്കി വർക്കുകളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുപാട് ഇന്റിമസി അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രണയങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? പ്രണയം മുതൽ ഹാർട്ട് ബ്രേക്ക് വരെ ചെയ്ത ആളുകളാണ്. അപ്പോൾ ഒരു റിയൽ ലൈഫിൽ അമയെയും ജിഷിനെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രണയം എന്ന് പറയുമ്പോൾ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആണ് ഈ പറയുന്ന ലവ് എന്ന് പറയുന്നത്. അതിൽ ഈ മുള്ളുകൾ ഉണ്ടാവാം, ഈ റോസാപ്പൂ പോലെ മനോഹരമായിരിക്കാം, അതോടൊപ്പം ഇതേപോലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ മനസ്സിലാക്കി, പരസ്പരം മനസ്സിലാക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് പോകുന്ന ഒരു അല്ലേ എന്താ പറയുക, അതിനെയൊക്കെയാണ് പ്രണയം എന്നൊക്കെ പറയാ. അതാണ് എന്റെ പ്രണയം. അമ്മയ്ക്ക് എങ്ങനെയാണ് പ്രണയമല്ല മുള്ളുകളും മറ്റേ അങ്ങനെയുള്ള വഴിയിൽ മണങ്ങ് ചിലപ്പോ കുറവായിരിക്കും. എന്റെ അങ്ങനെ തന്നെയാണ്. മീൻസ് ഇപ്പൊ എന്താ പറയാ, നമ്മളൊരു ചെറിയ കുട്ടിയല്ല. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പൊ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണും. എയർ ഹോസ്റ്റസ് ആകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ എയർ ഹോസ്റ്റസ് അത് ഇങ്ങനെ ഗ്രാജുവലി മാറി വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ ടീച്ചർ ആവണം. അപ്പൊ അതുപോലെ തന്നെയാണ് പ്രണയവും. നമുക്ക് ആ ഒരു 18 വയസ്സിലുള്ള ഒരു സങ്കല്പം പിന്നെ ഒരു 20 വയസ്സാവുമ്പോൾ മാറും, 25 മാറും. അപ്പൊ ഈ പറയുന്ന 20 വയസ്സ് ആ ഒരു സമയത്തൊക്കെ കാണുന്നവരോട് മൊത്തം പ്രണയം. എനിക്കങ്ങനെ കേട്ടോ. അന്ന് എനിക്ക് ആ കാര്യത്തിൽ വളരെ പ്ലൂറൽ ഒന്നും വേണ്ട, സിംഗുലർ അല്ല, ഇതിപ്പോ കാണുന്ന പ്രേക്ഷകർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ്. നമ്മളിപ്പോ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരു കുട്ടിയോട് അട്രാക്ഷൻ തോന്നുന്നതും. അങ്ങനെയുള്ള സമയത്ത് അതായിരിക്കും, അതൊക്കെ അട്രാക്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണെ, നിങ്ങളുടെ ആ ഒരു 18-20 വയസ്സിലുള്ള നിങ്ങളുടെ സങ്കല്പം എന്തായിരുന്നു പ്രണയത്തിന്റെ, അല്ലെങ്കിൽ ഒരു പങ്കാളിയെ പറ്റിയുള്ള അല്ലെങ്കിൽ പ്രണയ സങ്കല്പം എന്തായിരുന്നു? ജിഷിൻ ചേട്ടൻ എന്തായിരുന്നു
സങ്കല്പം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പ്രണയ സങ്കല്പങ്ങൾ കാണല്ലോ, എന്റെ പാർട്ട്ണർ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ദൈവം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കണം, അങ്ങനെയൊക്കെ ഒരു പ്രണയ സങ്കല്പങ്ങൾ കാണണം. മരം ചുറ്റിക്കിറങ്ങണം അങ്ങനെയൊക്കെ. എനിക്ക് ഇന്നുള്ള കൺസെപ്റ്റും അറിയാം. അന്നെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഹൈറ്റ് വേണം ഫസ്റ്റ്, പിന്നെ ഒരു പൗരുഷമുള്ള ആളായിരിക്കണം. അതെനിക്ക് ഇന്നും ഉണ്ട്, അന്നുകൊണ്ട് ഇന്നും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആണുങ്ങൾ മുടി വളർത്തുക, ബോക്കുത്തി വെത്തുക, ഇതിനോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ പിന്നീട് ഗ്രാജുവലി അത് മാറി. ആൾക്കാർ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. മീൻസ് കമ്മലിടുന്നതും, പെണ്ണിന്റെ കോലം കെട്ടണം, ആണിന്റെ കോലം കെട്ടണം എന്നായിരുന്നു. അപ്പൊ ഞാൻ മുടിയൊക്കെ മുറിച്ച് ഫുള്ള് മൊട്ടടിച്ച് ബോയ്ക്കെട്ടൊക്കെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷെ എന്നാലും ഇപ്പോഴും മൂക്കുത്തി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ എവിടോ കൊള്ളിച്ചു പറയുന്ന പോലെ കുത്തി പറയുന്നത് പോലെ അത് മാത്രം എനിക്ക് ജിഷിൻ ചേട്ടൻ എന്നോട് പ്രത്യേകം പറഞ്ഞു ബലൂണൊക്കെ വേണമെന്ന്. എനിക്ക് ഇപ്പോഴാണ് എന്തിനാണെന്ന് മനസ്സിലാക്കി. എത്ര ബലൂണുണ്ട് എണ്ണി വെക്കേണ്ടതായിരുന്നു അറിഞ്ഞു. അപ്പൊ അതായിരുന്നു അന്നത്തെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ഈ നമ്മളെ മനസ്സിലാക്കണം അങ്ങനെ ഇങ്ങനെ, ഇതൊക്കെ കുറെ വലുതാവുമ്പോ നമുക്ക് വരുന്ന ചിന്തകളല്ലേ. അന്ന് നമുക്കൊരു ഫസ്റ്റ് കാഴ്ചയിലുള്ള ഒരു ഇംപ്രഷനല്ലേ നമ്മൾ നോക്കും. നമ്മളെക്കാൾ ഹൈറ്റ് ഉണ്ടാവണം, ഭയങ്കര ഒരു ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആളെ എനിക്ക് അന്നും താല്പര്യമില്ല, ഇന്നും താല്പര്യമില്ല കേട്ടോ. എനിക്ക് കുറച്ചൊരു ഡോമിനൻസി ഉള്ള ഒരാളിനെയൊക്കെയാണ് എനിക്ക് ഇഷ്ടം. ഒരു ആണത്തം ഫീൽ ചെയ്യുന്ന ഒരാളാണ്. എനിക്കും ഒരാണത്തം ഫീൽ ചെയ്തു. അല്ല, പണ്ടത്തെ ഞാൻ പറഞ്ഞില്ല, ഈ കാണുന്നവർക്ക് മുഴുവൻ ഇഷ്ടം തോന്നുന്ന ഒരു സമയമാണ് അത്. കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി, എനിക്ക് എപ്പോഴും ഓൾവേസ് ഒരു ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. എന്ന് വെച്ചാൽ ഈ തുളസി കതിർ ചൂടി പിന്നെ ഹാഫ് സാരി ഉടുത്ത് നടക്കുന്നതൊക്കെ അത് പറയാൻ സങ്കല്പം മാത്രം. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഇച്ചിരി മോഡേൺ ആയിരിക്കണം, ലൈക്ക് ബോൾഡ് ആയിരിക്കണം. എനിക്ക് ഈ ബൈക്ക് ഓടിക്കുന്ന പെൺകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരൊരു ബഹുമാനം, റെസ്പെക്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അവരൊരു ബോൾഡായിരിക്കണം ബൈക്ക് ഓടിക്കുന്നത്, കാർ ഓടിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആണത്തമുള്ള ഒരു പെണ്ണിനെയാണ് എനിക്കിഷ്ടം. ഇവളും ഏകദേശം അങ്ങനെയായിരുന്നു. എന്നുവെച്ചാൽ ഇപ്പൊ മുടി ഒക്കെ ഇത് ചെയ്ത് ജീൻസൊക്കെ ഇട്ട് നടപ്പൊക്കെ കണ്ട് ഞാനുങ്ങൾ നടക്കുന്നത് ആരടാ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ്. ആ ഒരു നമ്മളെ ഫസ്റ്റ് കണ്ട സീരിയലിൽ തന്നെ ഇവിടെ പോലീസ് ഓഫീസറായിട്ടാണ് വന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഒരു ബോൾഡായിട്ട് കന്യാദാനത്തിന് നമ്മൾ കണ്ടത് അതില്. ഇപ്പോ നമ്മള് വിനീത് ശ്രീനിവാസന്റെ ഒരു വാചകമുണ്ട്, അതായത് ചില ആളുകളുണ്ട് നമ്മുടെ ലൈഫിൽ കണക്ട് ആവുന്നവര്. അത് നമ്മൾക്ക് ഒരുപാട് പേര് വന്നാൽ പോലും അപ്രതീക്ഷിതമായിട്ടായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് ചില ആളുകൾ വന്നിട്ട് നമുക്ക് കണക്ഷൻ കിട്ടുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ജിഷിൻ ചേട്ടന് കണക്ഷൻ കിട്ടിയ ഒരാളാണ് അമ്മയെ, അല്ലെ? അതേപോലെ തിരിച്ചു അങ്ങനെയും പറയാം. വേറെ തരത്തിൽ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ പൂച്ച വന്ന് കയറുന്നു പറഞ്ഞു ഇല്ലേ? കേറൂലേ? നല്ലതിന് വേണ്ടിയാണ് ഈ പൂച്ചയൊക്കെ വന്ന് കയറുന്നത്. നല്ലതിന് വേണ്ടിയാവും. അതെ, നല്ലതിന് വേണ്ടിയാണ് പൂച്ചയൊക്കെ വന്നത്. അപ്പൊ അത് ചിലര് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് കയറുന്നതാണ്. അത് വേറൊരു അദൃശ്യ ശക്തി ചിലപ്പം നമ്മളെ നന്നാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നീ ഇങ്ങനെ പോയാൽ പോരാ എന്ന് പറഞ്ഞിട്ട് വരുന്നതായിരിക്കും. ചിലർ വരും, ചിലർ പിന്നെ നശിപ്പിക്കാനായിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയല്ല എന്ന് നമുക്ക് തോന്നിയിട്ട് നമുക്ക് എന്താ പറയാ, ആ ഒരു ചേർത്ത് നിർത്താൻ തോന്നുന്ന ചില സൗഹൃദങ്ങളും ഇതൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇവള് വന്ന് കയറിയത്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ വന്ന് കയറുമ്പോഴും ഒരുപാട് വന്ന് കയറി അങ്ങനെ ഒരു അർത്ഥം എടുക്കരുത്. അല്ല, അങ്ങനെയൊന്നും ഇല്ല. എന്നാൽ പോലും വന്ന് കയറി വലിഞ്ഞു കയറി ഒന്നും നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാതെ അപ്പൊ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തോന്നണമല്ലോ, ഓക്കെ ഇത് നമ്മുടെ ഒരു ഹോംലി ഫീലിംഗ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും കണക്ഷൻ തോന്നുന്നുണ്ടെന്നൊക്കെ. ആ ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ബിൽഡ് ചെയ്തത്? കാരണം നമുക്ക് എല്ലാവർക്കും ഒന്നും ആ കണക്ഷൻസ് എല്ലാവരോടും ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് അതെങ്ങനെയാണ് ആ ഒരു? അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ ആക്ച്വലി എനിക്ക് ചേട്ടന് ഇഷ്ടമല്ലായിരുന്നു. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കേട്ടറിവുകൾ വെച്ച് ഒരുപാട് ഇഷ്ടക്കേടുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ്. പിന്നെ പരിചയപ്പെട്ടപ്പോ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ചേട്ടൻ അങ്ങനെയൊക്കെ ആണെന്നും. അപ്പൊ നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു പേഴ്സൺ അല്ല ഒരു അതെ. അത് ഞാനൊരു പ്ലസ് ആയിട്ടാണ് കണ്ടത്. കാരണം എല്ലാ വൃത്തികേടുകളും തുറന്നു പറഞ്ഞു. അത് ഒരു ഫ്രണ്ടായിട്ട് നിന്ന് കണ്ടപ്പോ എന്നോട് തുറന്നു പറഞ്ഞു. അപ്പൊ അത് ഞാനതൊരു പോസിറ്റീവായിട്ടാണ് കണ്ടത്, നെഗറ്റീവായിട്ടല്ല കണ്ടത്. നമുക്ക് തുറന്ന സംസാരം വേണം ഒരാളിനെ മനസ്സിലാക്കണമെങ്കിൽ. അപ്പോൾ ആളുടെ
നെഗറ്റീവ് സൈഡ്സ് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി. പിന്നെയാണ് ഞാൻ പോസിറ്റീവ് സൈഡ്സ് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുറെ പോസിറ്റീവ് സൈഡുകൾ ഉണ്ട്, പക്ഷെ കൂടുതലും നെഗറ്റീവ്സ് ആണ്. അപ്പൊ ഈ നെഗറ്റീവ് വന്നിട്ട് പോസിറ്റീവ് മറിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ അന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്താണോ ചെയ്യണത് അതേ ചെയ്തുള്ളൂ. നമ്മള് ഇപ്പോഴും തന്നെ ചേട്ടൻ്റെ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഇന്റർവ്യൂ കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ മാറ്റി, ഒരു ഫ്രണ്ടായിട്ടുള്ള അമ്മയെ കുറെ മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ല, അയാളിൽ തന്നെ ഉള്ള പോസിറ്റീവ്സിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഒരാൾ വേണമല്ലോ, അതിനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ. പിന്നെ ഇപ്പൊ തന്നെ ഞാനും ചേട്ടൻ ഇത്ര കമ്പനി ആണെങ്കിലും ചേട്ടൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഷനു, അത്രക്ക് ബോധമുള്ളൂ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഷനു, എന്റെ കൂടെ പഠിക്കുന്ന റേഞ്ചിൽ ചിന്തിക്കാനുള്ള എന്റെ ഇപ്പം ചില കാര്യങ്ങൾ എനിക്ക് കൺഫ്യൂസ്ഡ് ആവുമ്പോ ഞാൻ അവളടുത്ത് ചോദിക്കും. രണ്ട് തരക്കാരാ അല്ല, മീൻസ് എനിക്ക് ക്ലാസ്സിന് കയറാൻ പറ്റാതാവുമ്പോ എന്റെ ആ ക്ലാസ് എനിക്ക് പഠിപ്പിച്ചു തരുന്ന പോലെ ആവണം. ചിലർക്ക് ചിലരുടെ അടുത്ത് കണക്ട് ആവാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ആ കണക്ഷൻ ഫീൽ ആണ്. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു കൊടുക്കുന്ന ഇതേ കാര്യങ്ങള് ചിലപ്പോ മുമ്പ് വേറെ പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അത് കണക്ട് ആവുന്ന രീതിയിൽ പറയുക എന്നുള്ളതാണ്. അതാണ് ഒരു സോൾ കണക്ഷൻ എന്നൊക്കെ പറയണ പോലെ. എനിക്കിപ്പോ ചില കാര്യങ്ങൾക്ക് ഞാനും ചേട്ടനും ഒക്കെ അല്ല ആ ഒരു വിഷയം നമ്മൾ ഒരുമിച്ച് ഒരേ പോയിന്റിൽ എത്തണമെന്ന് കണ്ടാ ചിലപ്പോൾ ഞാനിത് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് അവൾ എനിക്ക് കുറച്ചുകൂടി എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരും. അതാണ് ആ കണക്ഷൻ കിട്ടല്. ചുരുക്കം പറഞ്ഞ ഷനു ഉള്ളതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടി പോകും. അതെന്താണെന്നറിയോ, ഗേൾസിന് പ്രത്യേകം മനസ്സിലാവുമായിരിക്കും. ഗേൾസിന് എല്ലാ കാര്യങ്ങളും ഡിസിഷൻ എടുക്കാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാണല്ലേ, ചോദിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ. അല്ല സ്വന്തം ഡിസിഷൻസ് ഒക്കെ വളരെ ഡിസിഷൻ ഒക്കെ ഓൾറെഡി മാറ്റി കൊടുക്കാൻ. ക്ലാരിറ്റി വേണമെന്നുള്ളവർക്ക്, എനിക്ക് ക്ലാരിറ്റി വേണമെന്നുള്ള ഒരാളാണ്. എനിക്കുണ്ട് കുറെ ഫ്രണ്ട്സ് ഇതേപോലെ തന്നെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള കൺഫ്യൂഷൻ കൂടി ഇറക്കിയാക്കി തരും. അതുകൊണ്ട് പിന്നെ ഞാൻ ചോദിക്കാൻ നിൽക്കാറില്ല. ഞാൻ എന്ത് തീരുമാനിക്കുന്നു അതാണ് എന്റെ ശരി. അത് തെറ്റാണെങ്കിലും അതാണ് എന്റെ ശരി. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജിഷൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ മനസ്സിലാക്കാൻ ഭയങ്കര പാടാ. കോംപ്ലിക്കേറ്റഡ് പേഴ്സൺ ആണല്ലേ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, മനസ്സിലാക്കാനും ഭയങ്കര പാടാ. മനസ്സിലാക്കിയ സിമ്പിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഓക്കെയാണ് മുമ്പോട്ട് കൊണ്ടുപോവാനേ. നമ്മൾ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമില്ല. അതായത് ഇപ്പൊ നമ്മളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1 month ഒരു 20 days പ്രശ്നമാണെങ്കിൽ ഒരു 10 days ചിലപ്പോൾ അല്ല 20 days ഓക്കെ ആണെങ്കിൽ ഒരു 10 days പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഒക്കെ വരും. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അത് പിന്നീട് ചേട്ടൻ അത് ക്ലിയർ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന കാര്യം പിന്നീട് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതാണല്ലോ വേണ്ടത്. ഞാൻ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ തന്നില്ല. എന്തുകൊണ്ടാണ് അമ്മയായിട്ടൊരു കണക്ഷൻ വന്നേ? അമ്മയെ പറഞ്ഞു ആൻസർ അല്ല, ജിഷൻ ചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞു. ജിഷൻ ചേട്ടൻ എന്താണ് ഫീൽ ചെയ്തത്? ഞാൻ അതാണ് ഒന്ന്, എനിക്ക് നല്ല കേൾവിക്കാരനാണ്. സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു കഥ കേൾക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ കഥയൊക്കെ കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അധികം സംസാരിക്കാൻ ചിലപ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങി അങ്ങനെ സംസാരിക്കും. പക്ഷെ എന്നെ കടത്തി വെട്ടിയിട്ട് ഇവള് എനിക്ക് സംസാരിക്കാൻ പോലും ഒരിടം നൽകാറില്ല. ഞാനിങ്ങനെ കേട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇങ്ങനെ ഇത് ഈ സൂര്യന് താഴെയുള്ള എന്ത് വിഷയത്തെ പറ്റി ഇവള് ആധികാരികമായിട്ട് പറയും. അറിഞ്ഞിരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ ചിലതിനെ പറ്റി ഭയങ്കര ഇത് ഒക്കെയാണ്. ഈ എസ്പെഷ്യലി നടക്കാൻ പോയപ്പോ ഞാൻ ഇങ്ങനെ ഓരോ ചെടികളൊക്കെ നിനക്ക് കൃഷി വകുപ്പിൽ ഞാൻ ചോദിച്ചു നോക്കുമ്പോ ഇതാണ് ചെമ്പകം, ഇത് പിന്നെ നിലക്കടുക്, മറ്റേ നമ്മൾ ഈ കർക്കിടക മാസത്തില് കഴിക്കില്ലേ മരുന്നുകള്. എനിക്ക് നടക്കാൻ പോകുന്ന വഴിക്ക് മുഴുവൻ ഉള്ള ചെടികളെ പറ്റിയാണ്. ഇത് ഇന്ന ചെടിയാണ്, ഇത് കൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്, ഇത് ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധിക്കുന്ന പൂക്കളം, ഇതൊക്കെ ഇതിനെ പറ്റിയൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇല കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിനൊക്കെ ഒരു പിന്നെ ഇവിടുന്ന് കണ്ട് ഒരു ഇല ആ ചേച്ചിയുടെ വീടാണോ, ഞാൻ 2 ഇല പറിച്ചോട്ടെ. ഈ ഇല എന്തിനാണ്? ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിക്കാനല്ല, കുളിക്കാൻ. ഇങ്ങനത്തെ കുറെ അറിവുകൾ. മേല് വേദനയൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ, നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യുന്നോണ്ട് മേല് വേദന ഉണ്ടോ അതൊക്കെ മാറാനും അങ്ങനത്തെ കുറെ അറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ കുറെ അനുഭവ കഥകളും. അപ്പൊ ജിഷ്ണേട്ടൻ പറഞ്ഞു എനിക്ക് എന്നെക്കാട്ടി അറിവുള്ള കുട്ടിയാണ് വേണ്ടിയിരുന്നല്ലേ? ആവശ്യമില്ല എന്നൊന്നും ഇല്ല കേട്ടോ. അത് വേറെ കാര്യം.
അല്ല അത് അല്ല ആവശ്യമില്ല. ചേട്ടന്റെ ഭാഗങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ചേട്ടൻ കൊറേ കാര്യങ്ങൾ ജിഷിൻ ചേട്ടൻ അടിപൊളിയായിരിക്കും അല്ലേ? അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ ടെക്നിക്കൽ സൈഡിലൊക്കെ ചേട്ടൻ ഭയങ്കര അറിവാണ് കുറെ. പിന്നെ നല്ല നോളജ് ഉണ്ട് കേട്ടോ, സമ്മതിച്ചു കൊടുക്കണമല്ലോ. ഉണ്ട്, കാര്യമാണ്. അത്യാവശ്യം ഒരുപാട് കാര്യങ്ങൾ നല്ല നോളജ് എനിക്ക് അങ്ങനെ ഞാൻ പക്ഷെ മുമ്പ് കേട്ടിട്ടുള്ള വെച്ചിട്ട് ചേട്ടനെ ഭയങ്കര മണ്ടൻ പൊട്ടൻ എന്നൊക്കെ പലരും അങ്ങനെയാണ് ഞാൻ കേട്ടേക്കണേ. ചേട്ടൻ പറഞ്ഞ ഒരു മണ്ടൻ, പക്ഷെ അങ്ങനെയൊന്നല്ല, നല്ല നോളജ് ഉള്ള ആളാ. അതെനിക്ക് എപ്പോഴും നേരത്തെ ചോദിച്ച ഇഷ്ടങ്ങളില്ലേ ആ കൂട്ടത്തിൽ എനിക്ക് നോളജ് ഉള്ള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ പ്രേക്ഷകരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ ഡേറ്റിംഗിലാണോ? അടുത്തത് പൊട്ടിച്ചു. ഇനി ഞാൻ ഇവിടുന്ന് പേരിടേണ്ടി വരും. ഇത് മനഃപൂർവ്വമാണ്, പറ്റില്ല. പറയൂ ജിഷിൻ ചേട്ടാ. ആള് പറയട്ടെ, പറയൂ അമ്മ, ഇപ്പോഴെങ്കിലും ആ സത്യം ലോകത്തോട് വിളിച്ചു പറയൂ. അല്ല ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നമുക്കൊരു എനിക്ക് കേക്കട്ടെ, പഴയ മറുപടികളൊന്നും എനിക്ക് കേക്കട്ടെ. അല്ലല്ല, കണ്ടുടനെ ഇഷ്ടം തോന്നുന്നൊരു സ്റ്റേജ് അല്ല നമ്മളുടേത്. രണ്ടു പേർക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് പ്രാരാബ്ദങ്ങളും. ഇതെന്റെ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ ഞാനിത് പറഞ്ഞൊരു കാര്യം. അപ്പൊ ആ ഒരു സ്റ്റേജ് അല്ല. ഞങ്ങള് തികച്ചും യാദൃശ്ചികമായി ഫ്രണ്ട്സായി. പിന്നെ അറിയാലോ, അത്യാവശ്യം ഫ്ലേർട്ട് ചെയ്യുന്ന ഒരാളാണ്ട് എന്നെ ഫ്ലേർട്ട് ചെയ്തു, അതാണ് സത്യം. അപ്പൊ എനിക്കിത് മനസ്സിലാവുകയും ചെയ്തു, എന്നെ ഫ്ലേർട്ട് ചെയ്യുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനൊരു എനിക്ക് ഭയങ്കര മെച്ചോറിറ്റി ഉണ്ട്, നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരാള് നമ്മളത്തെ ബിഹേവിയറിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോ എന്താ പറയാ, എനിക്ക് തോന്നിയ അങ്ങനെ അങ്ങ് വിട്ടാ ശരിയാവില്ലല്ലോ, അങ്ങനെ മിടുക്കനാവണ്ടല്ലേ. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ച് കൊടുക്കണം തോന്നി. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം ഫ്ലർട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു ഡൗട്ട് സ്റ്റേജിലൊക്കെ പോയി. അപ്പോൾ ഞാൻ പതിയെ ലൈഫിന്റെ ഓരോ പോയിന്റ്സ് ഇങ്ങനെ വെച്ചെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായി. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു ഫ്രണ്ടായിട്ട് കൂടെ നിൽക്കേണ്ട സന്ദർഭത്തിലൊക്കെ നന്നായിട്ട് കൂടെ നിന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു ബോണ്ടിങ് ഉണ്ടായി. അപ്പൊ ആ ഒരു ബോണ്ടിങ്ങില് ലാസ്റ്റ് നമ്മൾ തന്നെ ഒരു കൺഫ്യൂഷനിലായി, ഇതിപ്പോ ഇഷ്ടമാണോ എന്താണ്. ഞാൻ അതിനെ ഇപ്പൊ പറയുന്നത്, ഞാൻ ഈ ഇടയ്ക്ക് നോക്കിയാൽ ആക്ച്വലി ഡേറ്റിംഗിലാണ് ഞങ്ങളൊന്നും ഹൈഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ എന്തിലാണ് എന്ന് ഒരിടത്ത് നമ്മൾ പറയണമെങ്കിൽ അതിന് മുന്നേ നമ്മളൊരു കൺഫേം ചെയ്യണ്ടേ. ഒരു 2-3 ടൈംസ് എങ്കിലും നമ്മൾ തന്നെ കൺഫേം ചെയ്യണം, ഇതൊക്കെയാണ് ഇതിങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾക്ക് സ്വയം ഒരു വിശ്വാസം. അപ്പൊ നമ്മള് തൊട്ട് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂലൊന്നും ആ ഒരു വിശ്വാസം ഇല്ല. പക്ഷെ ഇപ്പൊ ആ ഒരു വിശ്വാസം ഉണ്ട്. എനിക്ക് ജിഷിൻചാനെ ഭയങ്കര ഇഷ്ടമാണ്. ജിഷിൻചാനെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കും നിന്നെ ഭയങ്കര ഞാൻ കൊടുക്കരുത് ഞാനൊരു പ്രപ്പോസൽ എന്നാ ഞാൻ ഇവരിതാ ഒഫീഷ്യലി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അമ്മയ്ക്ക് ജിഷിൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഡേറ്റിംഗിലാണെന്ന് ഒഫീഷ്യലി നമ്മൾ ഇവിടെ റിവീൽ ചെയ്തു. അപ്പൊ ജിഷിൻ ചേട്ടാ, ഞാൻ പൂവൊക്കെ തന്ന സ്ഥിതിക്ക് നിങ്ങൾ പരസ്പരം ഒന്ന് പ്രപ്പോസ് ചെയ്യും. ജിഷിൻ ചേട്ടൻ അമ്മയെ ഒന്ന് പ്രപ്പോസ് എനിക്ക് പ്രപ്പോസ് എനിക്കറിയില്ല. എനിക്ക് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് തന്നെ എനിക്ക് കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അത് ചേട്ടൻ തന്നെ അതാണ്. അതൊരു കുഞ്ഞു ഗിഫ്റ്റ്. അപ്പൊ ഞാൻ ചുമ്മാ ഈ പാവക്കുട്ടിയും പൂച്ചക്കുട്ടിയൊക്കെ, അപ്പൊ അന്നൊന്നും നമ്മള് ഇഷ്ടമൊന്നും ആവുന്നില്ല. ഒന്നുമില്ല, ഈ പൂ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം അല്ലേ. അപ്പൊ കൊടുക്കൂ. അപ്പൊ നമ്മളിവിടെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. ആ ഒരു പ്രപ്പോസ് ചെയ്യണം. സിനിമയിലൊക്കെ കാണുന്ന പ്രപ്പോസ് ചെയ്യണം. പാട്ടൊക്കെ ഇടുവോ? ബാക്ക്ഗ്രൗണ്ട് പാട്ടൊക്കെ പാട്ടിടുവാണോ? അപ്പൊ ഞാൻ പ്രപ്പോസ് ചെയ്യാം. ഇത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇനി മേലാൽ ആരെ പ്രപ്പോസ് ചെയ്യരുത് കേട്ടോ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു. ഭയങ്കര പോരായിരിക്കും കേട്ടാ. നാട്ടിൽ ഇതിന്റെ അടിയിൽ വന്നിട്ട് കാമന്റിനെ കൊണ്ട് ഏറും കളിയായിരിക്കും. ഞാനൊരു ഇങ്ങനെ ഡേറ്റിങ്ങിനെ കുറിച്ചിട്ട് ഞങ്ങള് ഫസ്റ്റ് ആ ഇന്റർവ്യൂ കൊടുത്തപ്പോ ചേട്ടനും ഞാൻ ഏതാണ്ട് ഒരേ സമയത്താണ് കൊടുത്തത്. അതൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിലാണ് കൊടുത്തത്.
അപ്പോൾ അതിനകത്ത് അവരൊക്കെ ചോദിച്ചത് എനിക്കൊന്ന് ചേട്ടടുത്തും ചോദിച്ചു അത് എന്താണ് എന്ത് സിറ്റുവേഷൻഷിപ്പാ സിറ്റുവേഷൻഷിപ്പിലാണോ, പക്ഷെ സിറ്റുവേഷൻഷിപ്പിലല്ല, ഇത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണ് ഈ സിറ്റുവേഷൻഷിപ്പിന്റെ അർത്ഥം എന്താണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും, അപ്പൊ സിറ്റുവേഷൻഷിപ്പ് ആണോ എന്ന് അവർ ചോദിക്കേണ്ടത്. ചേട്ടനെ കുറിച്ച് അറിയാതെ ചേട്ടൻ ഒക്കെ പറയുന്നുണ്ട്. ദെൻ ഞാൻ പോയിട്ട് ഇത് എനിക്കതിൽ ചോദിച്ച കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. ചേട്ടനാണെങ്കിൽ അവര് ചോദിച്ചാൽ മിക്കവാറും ഉള്ളതിനാ, പക്ഷെ സിറ്റുവേഷൻഷിപ്പ് ഒക്കെ ഞാൻ പറഞ്ഞു സിറ്റുവേഷൻഷിപ്പിലല്ല, പക്ഷെ സിറ്റുവേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയപ്പോ അതാണ് നമ്മളിന്ന് പലരും അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഞാനും വിചാരിച്ചു ഞാൻ അതിലാണെന്ന്, പക്ഷെ അല്ല. കാരണം ഞാൻ ആ ഡേറ്റിങ്ങിന്റെ ഫുൾ ന്യൂ ട്രെൻഡിലുള്ള എല്ലാം നോക്കിയപ്പോ സിമ്മർ ഡേറ്റിംഗിലാണ് ഞങ്ങൾ പറയുന്നത്. സിമ്മർ ഡേറ്റിംഗ് എന്തിനാണ് പിന്നെ ആങ്കർ പറഞ്ഞ് വന്ന് കുത്തി ഇരുന്നിട്ട് മൊബൈലും കയറി വെച്ചിട്ട് ഇരിക്കണത്. തീർന്നു. ആ പറ. അല്ല ചേട്ടാ പറ, എനിക്ക് അറിഞ്ഞു. ഞാൻ പല പല ഡേറ്റിങ്ങിനെ പറ്റി അല്ല, ഡേറ്റിംഗ് ഉള്ളതുകൊണ്ട് പിന്നെ അത് ഇതിന് പേരൊന്നും നമുക്കറിയില്ല. അതാ എല്ലാ ഡേറ്റിലും ഉണ്ടെന്ന് ഞാൻ പറ. ഇന്നത്ര ഡേറ്റ് പറ ആദ്യം. സിമ്മർ ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരേ സാഹചര്യത്തിലായ രണ്ടുപേര് അവരെല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. ഈവൻ അവര് ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലാവല്ലോ, അതുവരെ ഷെയർ ചെയ്തിട്ട് ഒരുമിച്ച് നിൽക്കുകയാണ്. എന്നാൽ അവർക്ക് പരസ്പരം ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല. അല്ലല്ല എന്താ എന്നുവെച്ചാൽ ചേട്ടൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ അന്വേഷിക്കരുത്, എൻ്റെ കാര്യം ചേട്ടൻ അന്വേഷിക്കരുത്, അങ്ങനത്തെ ഒരു രീതിയിൽ ഉള്ളതാണ് സിറ്റുവേഷൻഷിപ്പ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. അപ്പൊ ഞങ്ങൾ സിറ്റുവേഷൻഷിപ്പിലല്ലോ. അല്ല. അപ്പൊ അത് അന്നേ റിയലൈസ് വിചാരം ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ഒരു സിറ്റുവേഷൻ വന്നപ്പോ റിലേഷൻഷിപ്പിലാവുന്നതായിരിക്കും സിറ്റുവേഷൻഷിപ്പ്. അപ്പൊ എന്റെ ഒരു അല്ല അങ്ങനല്ലേ നമ്മൾ വിചാരിക്കും. നിന്നോട് ചോദിച്ചിട്ട് കാര്യം സിറ്റുവേഷൻഷിപ്പ് ഞാൻ വിചാരിച്ച അങ്ങനെയാണ്. ഞാനൊരു മോശം സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരു റിലേഷൻഷിപ്പ് വന്നു, അതാണ് സിറ്റുവേഷൻഷിപ്പ് എന്നാണ് ഞാൻ വിചാരിച്ചത് പണ്ട്. പക്ഷെ അങ്ങനെയല്ല എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പൊ പുതിയ ജെൻസിയുടെ ഒരു പുതിയ നിർവചനം എന്ന് പറഞ്ഞു സിമ്മർ ഡേറ്റിംഗ്. ആക്ച്വലി ഞാൻ അതിന് ശേഷമാണ് ഇങ്ങനെ ഡേറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ. അതിന് മുമ്പേ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ലവ് ബോംബിങ് ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ലവ് ബോംബിംഗ് എന്ന് പറയാം, അതുപോലെ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷെ പെട്ടെന്ന് ഒരു റിലേഷൻ ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോവാ. എന്താ കാരണം പോലും ഇപ്പൊ നിൽക്കുന്ന ആൾക്ക് അറിയാണ്ട്. അങ്ങനെയുള്ള അന്ന് ചോദിച്ച കുറെ ചോദ്യങ്ങൾ എനിക്കറിയായിരുന്നു. എന്നാ ഞങ്ങൾ എന്തിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനിത് ഇങ്ങനെ നോക്കുക, ഞങ്ങൾ ആക്ച്വലി എന്തിലാ, ഈ സിറ്റുവേഷൻഷിപ്പിലല്ല. അങ്ങനെ സിമ്മർ ഡേറ്റിംഗ് ഞാൻ വായിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഡേറ്റ് ആണ് കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള തലമുറ അങ്ങനെ അത് സെലക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് പരസ്പരം നല്ലോണം മനസ്സിലാക്കുക, നന്നായി മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുക. ഈവൻ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ ഫ്ലേർട്ട് റിലേഷൻസ് ഒക്കെ ഒരുപാട് ഉള്ള, അതുപോലെ ഈ ഫ്രണ്ട്സ് ഫോർ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു കാലമാണ്. അങ്ങനെയൊന്നും അല്ലാത്ത വിഷമം ഉണ്ടാവില്ല. അതെ അതെ നല്ലോണം മനസ്സിലാക്കി പരസ്പരം കുറെ മനസ്സിലാക്കി പോയി അതിൽ ഈ പറയുന്ന സെക്സും കാര്യങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതെ, അവരുടെ കൂടെ നിൽക്കുക, എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുക, ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടി എന്ന് വെച്ചാൽ അത് ഈ പിറ്റേ ദിവസം തന്നെ ഫ്രണ്ട്സ് ഫോർ ബെനിഫിറ്റ്സ് എന്ന് അങ്ങനെ അല്ല. എല്ലാ കാര്യത്തിനും കൂടെ നിന്നിട്ട് നമ്മൾ നല്ലോണം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ ഒരു രീതിയിലുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് സിമ്മർ ഡേറ്റിംഗ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ വേദനിപ്പിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് പുതിയ തലമുറ അങ്ങനെയുള്ള ഇതിനെ ചൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മള് ഒരു 90s ചിലപ്പോ 2 ദിവസം കൂടി ചിലപ്പോ ഒരു അടിയായി വരും. എന്നാലും അതിൽ തളരാതെ വീണ്ടും നോക്കി ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെയാണ്, ഇങ്ങനെ ആവുമ്പോ ഇങ്ങനെയാണ്, കണക്ട് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ ആയിരുന്നു. അപ്പാണ് അത് ഞങ്ങൾ ഇതിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഞങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്ത് തന്നെ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്, ഇനി മിണ്ടണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെയും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് രണ്ടുപേരും എഫേർട്ട് ഇടുമ്പോഴാണല്ലോ വരുന്നത്. അപ്പം നമ്മൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് വരുന്നുണ്ട് എന്നുള്ളത് നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ കണക്ഷൻ എവിടത്തോളം പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു ഇഷ്ടത്തിലാണെന്ന് കൺഫേം ചെയ്യാന്ന് വിചാരിച്ചു എന്നേ ഉള്ളൂ. ഇഷ്ടത്തിലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നേരത്തെ തന്നെ.
ഇഷ്ടമില്ലെങ്കിൽ നമ്മള് എന്റെ പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം ഞാൻ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്തിനാ കളയുന്നത്? അതെ, സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്തിനാ കളയുന്നത്? ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അതാണ് ഹലോ, motivation. ചേട്ടാ, ഇങ്ങനെ ഒരാൾക്കല്ല, ഇങ്ങനെ ഒരാൾക്ക്. അപ്പൊ നമ്മൾ കുറേ സംസാരിച്ചു. ഇനി ഞാൻ നിങ്ങളെ ഒരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണേ. അപ്പം ഈ സെഗ്മെന്റ് എന്ന് പറയുന്നത് എൻ്റെ കുറേ ഈ കപ്പിനകത്ത് കുറെ പേപ്പേഴ്സ് ഉണ്ട്. സാധാരണ നമ്മൾ കപ്പിനകത്ത് ചായ കുടിക്കുന്നത്, പേപ്പറാണ് കുടിക്കുന്നത്. പേപ്പർ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓരോരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ഈ എടുക്കുന്ന ആള് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ പറയണം. ഇപ്പൊ ഫേവറേറ്റ് ഫുഡ് എന്നാ ചോദിക്കുവാണെങ്കിൽ അമ്മയാണ് എടുക്കുന്നത്, ജിഷൻ ചേട്ടനെ പറയണം. പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ പറയും, ശരിയാണെങ്കിൽ ഒരു ഉമ്മ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അടി. അത് ഓക്കെ ആണോ? ശരിയല്ലെങ്കിൽ അടി. ഉമ്മ കൊടുക്കണം. ഉമ്മ കൊടുക്കുന്ന ഓക്കെ ആണോ? അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പറയാം. കുഴപ്പമില്ല. വാലന്റൈൻസ് ഡേ ഒരു കവള് കൊടുത്താ മതി. അത്രേ അല്ലെങ്കിൽ ഉള്ളൂ. തെറ്റാണെങ്കിൽ ഒരു അടി. കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട, കവളി കൊടുത്താ മതി. ഏയ് ഞാൻ അങ്ങനെ സോഷ്യലി റെസ്പോൺസിബിൾ. ഓക്കെ. അപ്പം അല്ലെങ്കിൽ ഒരു അടി, ഇന്റർവ്യൂ വൈറലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അടി. പതുക്കെയൊക്കെ അടിക്കണേ. അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഭയങ്കര അതിന്റെ ഹൈയില് കൊടുക്കുന്ന ആൾക്കാർ. എന്നാ വടി പിടിച്ചു. ഇത് സ്റ്റാർ മാജിക് അല്ല കേട്ടോ. ഓക്കെ, ഞാൻ തരട്ടെ. ഒരു ഒരെണ്ണം എടുത്തിട്ട് വായിച്ചു. ഇതില് ഞാൻ ജയിക്കും, നോക്കിക്കോ. ഇത് ഇവരുടെ അല്ല ചോദിക്കണ്ട. എന്താ എക്സ് ലവർ നെയിം. പറ ചേട്ടൻ പറ. എന്റെയോ? വടി കൊടുക്ക്. അമ്മയാണ് വായിച്ചിട്ട് എക്സ് ലവർ നെയിം, അമ്മയുടെ എക്സ് ലവർ നെയിം. അറിയാലോ. അയ്യോ, ഞാൻ പേര് മറന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നാമത് ഞാൻ ഇതൊന്നും വലിയ മൈൻഡിൽ കൊടുക്കാറില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ റെഡി ആയിട്ടിരുന്നു. ഇന്നലെയും പറഞ്ഞല്ലേ, രാത്രി കൂടെ ഞാൻ മതി, സമയം പോണു. പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം. ആ ക്ലൂ ഒന്നും കൊടുക്കണ്ട, അടി മിസ്സായി പോവും. ആണോ? ഓ ശരി. ഓ അവസാനം അത് കുഴപ്പമില്ല. ഞാനങ്ങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടാതിരിക്കുന്നു. നല്ല ചോദ്യം. അടുത്ത എന്താണ്? എന്താ ക്വസ്റ്റ്യൻ? ഫേവറേറ്റ് സോങ്. ഫേവറേറ്റ് കൊറേ സോങ് ഉണ്ട്. അപ്പൊ ഇതാ ഞാൻ പറയണത് ഫേവറേറ്റ് ആണെങ്കിൽ സമ്മതിക്കണം. നമ്മള് മറന്നു, ഉമ്മ കൊടുത്തില്ല മുമ്പേ. ഞാനാണോ കൊടുക്കണ്ടേ? അയ്യോ. ഓക്കെ, കറക്റ്റ് ആൻസർ. അത് ഞാൻ അങ്ങ് മറന്നുപോയി. അടിക്ക് വരെ ഉമ്മ. ഓക്കെ, അടുത്തത് ഫേവറേറ്റ് സോങ്. ഇപ്പോ ഞാൻ പറയണ പാട്ട് ചേട്ടന്റെ ഫേവറേറ്റ് ആണെങ്കിലും ഓക്കെ. കുങ്കിലെ പാട്ട്. കുങ്കിലെ തമിഴ് പാട്ട്. കുങ്കിലെ ഉന്നൈ മുതൽ മുறை ഉന്നൈ മുതൽ മുறை കണ്ട തണ്ണിക്കുള്ളേ വീഴുന്നേ. ഇഷ്ടമുള്ള പാട്ടാ. എന്റെ ഫേവറേറ്റ് പാട്ടാണ്. ഓ ജിഷൻ ചേട്ടനെ ഇത് കൊള്ളാല്ലേ പരിപാടി. ഇത് കൊള്ളാലോ പരിപാടി. ഇന്നാ വടി പിടിച്ചോ. ഇത് മിക്കവാറും അടി കൊണ്ട് ഞാൻ ചാവും. ബീച്ച് ഓർ മൗണ്ടൻസ്. പൊതുവെ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. ഇവള് ഭയങ്കര യാത്രയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഭയങ്കരമായിട്ട് യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുറെ എന്നെ യാത്രയെ ഇഷ്ടപ്പെടാൻ തുടങ്ങിപ്പിച്ചത് ഇവളാണ്. എനിക്ക് ഇങ്ങനെ പോണം, ഡ്രൈവ് ചെയ്ത് പോകണമെന്നൊക്കെ ഉള്ളൂ. അല്ലാണ്ട് അത് ആസ്വദിക്കാൻ പഠിപ്പിച്ച അവളാണ്. അപ്പോൾ ഇത് എനിക്ക് അടിയൊന്നും കിട്ടില്ല. ഇപ്പൊ ഉമ്മ കിട്ടുന്നതാണോ? ബീച്ചാണോ മൗണ്ടൻസ് ആണോ? മൗണ്ടൻസ്. യാത്ര ചെയ്യുന്നത് ഹീലാവാൻ വേണ്ടി, നമുക്ക് സ്വയം ഹീലാവും. ഇപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എനിക്കിതൊന്ന് ഹീലാവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് സൈലന്റ് ആയിട്ടിരിക്കണം, ഫോണൊന്നും യൂസ് ചെയ്യരുത്. ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് അതിന്റെ ആ ശബ്ദം മാത്രം അത് എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പായിട്ടും ബീച്ച് അല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. രണ്ടും കൂടി നോക്കുമ്പോൾ എന്താണ് ഫേവറേറ്റ് ഫ്ലേവറോ? ഫേവറേറ്റ് ഫ്ലേവർ അതെന്തിന്റെ ആയിക്കോട്ടെ, എന്താണ് ഐസ്ക്രീമോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഫ്ലേവർ ഫുഡിന്റെ പനീർ ഫ്ലേവർ ഫ്ലേവർ സ്ട്രോബെറി അങ്ങനെ.
അല്ലെങ്കിൽ മധുരമാണോ എരിവാണോ അല്ലേ? അത് എരിയാണ് മധുരല്ല. ഞാൻ ഇച്ചിരി സ്പൈസിയാ. എനിക്ക് ഞാൻ സ്പൈസി ആൻഡ് ഹോട്ടാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം വലിയ താല്പര്യം. കുറച്ച് എനിക്ക് മധുരമല്ല, എനിക്ക് ഇച്ചിരി സ്പൈസി ഉപ്പുള്ള. അത് ബിക്കോസ് ഇന്ന് രാവിലെ നല്ല ആൻസർ നമ്മളെ. ഇന്ന് രാവിലെ എന്തോ പറഞ്ഞപ്പോ നമ്മള് സ്പൈസിനെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു. ബിഗ്ഗസ്റ്റ് ഫിയർ, അമ്മയുടെ ഏറ്റവും വലിയ പേടി. അവരുടെ ഏറ്റവും വലിയ ഭയം ഞാൻ വേറെ ആരെങ്കിലും നോക്കുവോ അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോവോ, അവരുടെ പേടി ഏറ്റവും വലിയ പേടി. ശരിയല്ലേടി? അതല്ലേ ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാല് അവള് അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഇനിയിപ്പോ നേരെ അങ്ങോട്ടേക്ക് ചായണ്ട കേട്ടാ എന്ന് പറയും. അല്ല എന്താ ഒരു സൈഡ് വലിവന്നൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് അടി കിട്ടണം എപ്പോഴാണാവോ അടിയില്ല. അപ്പൊ ഞങ്ങള് അണ്ടർസ്റ്റാൻഡിങ് അതിനല്ല ഇത്രയും ദിവസം എടുത്തത്. എന്താണ് ഫേവറേറ്റ് ഫുഡ് ചേട്ടൻ്റെ? പനീർ ചപ്പാത്തി. വെജാണ് ആള്. അപ്പൊ ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നുന്നു നമ്മള് പുറത്തു പോകുമ്പോ കൂടുതൽ കഴിക്കുന്നത് പനീർ. എനിക്ക് ഭയങ്കര പനീറിന്റെ വറുത്തരച്ച പനീർ കറി, അങ്ങനെ അതിന്റെ ഡിഫറെന്റ് സാധനങ്ങൾ. അത് കടായി പനീർ, ചില്ലി പനീർ. പിന്നെ മധുരം കഴിക്കാൻ തോന്നുവാണെങ്കിൽ ചേട്ടന് രസഗുള, ഫാലൂഡ. പിന്നെ വേറെ എന്താ പറയുന്നത് ഫുഡിനെ കുറിച്ചിട്ട്? ഞാൻ തോറ്റൂല. ഈ ഇന്റർവ്യൂ നമുക്ക് ഉമ്മ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം. നമ്മൾ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇഷ്ടമാണെന്നുള്ളത്. ആ ഇഷ്ടം പോസിബിൾ ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്യാം. ഫേവറേറ്റ് ഡ്രസ് ഓർ ഔട്ട്ഫിറ്റ്? അമ്മയുടെ ഏറ്റവും കംഫർട്ടബിൾ അല്ലെങ്കിൽ ഫേവറേറ്റ് അവക്ക് ഇച്ചിരി ലൂസായിട്ടുള്ള, ലൈക്ക് ഇപ്പം ജീൻസ് ആണെങ്കിലും അല്ലെങ്കിൽ പാൻ്റ് ആണെങ്കിലും ഇച്ചിരി ലൂസായിട്ടുള്ള ഔട്ട്ഫിറ്റാണ് അവൾക്ക് കുറച്ച് ഇഷ്ടം. കുറച്ച് ബാഗി ടൈപ്പ് അങ്ങനെയുള്ള ഇതാണ് കേട്ടോ. അല്ലാണ്ട് ഈ എപ്പോഴും ഈ സാരി ഉടുത്ത് വലിച്ചു കയറ്റി നടക്കാൻ അവൾക്ക് വലിയ താല്പര്യമില്ല. അത് കംഫർട്ടായിട്ടും തോന്നും. അവൾക്ക് ചേരുവയില്ല സാരി. എനിക്കതൊരു തോന്നിയിട്ട് ചേരുവയില്ല. കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ നല്ലോണം ചേരുന്നുണ്ട്. അവൾക്ക് അത് തന്നെയാണ് ഇഷ്ടം താരം. ശരിയല്ലേ? അതെ. വിചാരിച്ചു, അടിക്കുള്ള സ്കോപ്പല്ല അത്. അത് ഈ ഇന്റർവ്യൂല് പറഞ്ഞു പോണോ? ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ചേട്ടന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ ഒരു ഒബ്സർവ് ചെയ്ത് പറയണ കണ്ണൂർ. ഉദ്ദേശിച്ചത് പോവാൻ ഉദ്ദേശിക്കുന്ന പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തുള്ള സ്ഥലം. പുറത്തുള്ള സ്ഥലോ? അവിടെ ഒരു കൊച്ചു ഭവനം. കൊച്ചു ഭവനം പറഞ്ഞുള്ളൂ നിക്ക്. പക്ഷെ എനിക്ക് ആ സ്ഥലത്തിന്റെ ഈ പറഞ്ഞ പേര് കിട്ടണല്ലോ. ആംസ്റ്റർഡാം. അത് ഞാൻ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, എന്റെ ഒരു ഡ്രീം അങ്ങനെയാണ്. ആംസ്റ്റർഡാമില് ഒരു കുഞ്ഞൊരു 10-100 ഏക്കറിന്റെ നടുവിൽ ഒരു കൊച്ചു ഭവനം. ഒരു കൊച്ചു ഭവനം, ഒരു 10-100 മുറികളുള്ള. പിന്നെ അതിന്റെ പുറകില് ഒരു കുഞ്ഞു തടാകം. ആ തടാകത്തിൽ പിന്നെ ചെറിയ കുറച്ച് ഡോൾഫിൻസ് ആക്കിയിട്ട്. അല്ല, എൻ്റെ ഒരു ആഗ്രഹം കളി കാണണം, അത്രേ ഉള്ളൂ.
തെറ്റിദ്ധരിക്കരുത്. ക്രിക്കറ്റ് കളി. പിന്നെ ഒരു കളി കാണണം. അപ്പം ഇതിന്റെ പുറയിലായിട്ട് ഒരു കുഞ്ഞു തടാകം, Football അതിൽ കളിയോ? കുറച്ച് കുറച്ച് Cricket കുറച്ച് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു വരട്ടെ, അത് നശിപ്പിക്കല്ലേ അത്. ഞാൻ റൊമാൻറ്റിക് ആയിട്ട് വന്നോട്ടെ. ആ അതിന്റെ വെച്ച് പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞ് കുറച്ച് ഡോൾഫിൻസും കാര്യങ്ങളും, പിന്നെ അത്യാവശ്യം യാത്രകൾക്ക് വേണ്ടി ഒരു 2-3 പ്രൈവറ്റ് ജെറ്റ്സ്, വീട്ടിന് മുമ്പിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള അങ്ങനെ കുറച്ച് ജെറ്റ്സ്, ലംബോർഗിനി എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് കടകളിലൊക്കെ പോയി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി കാറ് വേണമല്ലോ. അപ്പം അതിനുവേണ്ടി 2 ലംബോർഗിനി കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്. പിന്നെ അതിന് 100 ഏക്കർ ഉണ്ടല്ലോ, പുറകിൽ ഒരു കുഞ്ഞ് നമുക്ക് ഒരു കളിത്തട്ട്, ഷട്ടിലൊക്കെ കളിക്കുന്ന ഒരു കുഞ്ഞു മൈതാനം, അതിന് ഫുൾ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ആക്കിയിട്ട് അതിൽ വെയിലൊന്നും കൊള്ളാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഒരു ഇൻഡോർ മൈതാനം, അതിൽ വേൾഡ് കപ്പ് നടത്തിയിട്ട് ഇന്ത്യയുടെ കളി എനിക്ക് അവിടെ നിന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു കുറച്ച് ആഗ്രഹം. ചെറിയൊരു ആഗ്രഹം. അപ്പൊ ആംസ്റ്റർഡാം മറക്കില്ലല്ലോ. മറക്കില്ല. ഇത് 2 ഉള്ളൂ. ഇത് ഞാൻ ഇവർക്ക് 2 അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക. ഇതിലെങ്കിലും എനിക്ക് അടി കിട്ടണം. കിട്ടല്ലേ മണിമംഗളം. ഞാൻ ആദ്യം എവിടെ തുറക്കാൻ പറ്റുന്നത്? ഇത് ആരാ ചുരുട്ടിയത്? ആ ബെസ്റ്റ് ഫ്രണ്ട് നെയിം ഈസി അല്ലേ? ഇപ്പം തന്നെ പല പ്രാവശ്യം പറഞ്ഞില്ലേ ഷാനു? ഞാൻ പറയാം, എനിക്ക് 2 കെട്ടിപ്പിടിച്ചും കൊടുത്താൽ മതിയല്ലോ. അത് നോക്കാം. ഫേവറേറ്റ് മൂവി? മൂവി ആയാലും സീരീസ് ആയാലും ചേട്ടന്റെ ഫേവറേറ്റ് മൂവി പറ. എന്റെ ഫേവറേറ്റ് മൂവി അതിപ്പോ നേരത്തെ പാട്ട് പറഞ്ഞ പോലെ ഇഷ്ടമുള്ള കുറെ സിനിമകളുണ്ട്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതില്ലേ? ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനേന്റെ സിനിമ ഉണ്ടല്ലേ കാണിക്കാൻ ശ്രമിച്ചൊരു സിനിമ. ശരിയാട്ടോ, ഒരാനയുടെ സിനിമ ഉണ്ട് എന്നെ കാണിക്കാൻ ശ്രമിച്ചൊരു സിനിമ. ഞങ്ങളത് കണ്ടു, പക്ഷെ അതിന്റെ പേര് മലയാളം പഴയ സിനിമയാ. ജയറാമിന്റെ കൂടെ അല്ലല്ലല്ലല്ല, അതിന്റെ പേര് എനിക്കറിയില്ല. ഇപ്പൊ എന്ത് ചെയ്യും? പേര് ചേട്ടൻ പറയാവോ? ആനയുടെ സിനിമ. സിനിമ ഞാൻ കൺഫേം ചെയ്തു. ആ സിനിമ ചേട്ടന് ഭയങ്കര ഇഷ്ടമാ, എന്നെ കൊറേ കാണിക്കാൻ നോക്കി. അതിന്റെ പേരറിയോ? ഇല്ലല്ലോ, ഇച്ചിരി പഴയ പടമല്ലേ. പിന്നെ ദാസനും വിജയനും അവരുടെ ഒരു അവരുടെ ആ ഒരു കോംബോ ഇഷ്ടമാണ്, അവരെല്ലാം ഇഷ്ടമാണ്. ഗജകേസരി യോഗം, സീരീസുകൾ കാണാനാണ് ഭയങ്കര ഇഷ്ടം. ഗജകേസരി യോഗം നമ്മൾ രണ്ടുപേരെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. അല്ലല്ല വടി കൊടുക്കാൻ ഇത്ര ചോദ്യം ചോദിച്ചിരുന്നു എനിക്ക്. സാധാരണ ക്വസ്റ്റ്യൻ വരുമ്പോ എന്നിപ്പോ എത്ര ക്വസ്റ്റ്യൻ വന്നു? ഒരാൾ 10-11 എല്ലാം കറക്റ്റ് ജയിച്ചില്ലേ? അപ്പൊ നമ്മള് പ്രണയിക്കാൻ യോഗ്യരാണല്ലേ? ഇവരെ യോഗ്യരാണ്.